മറ്റു വാർത്തകളിലേക്ക് PPE കിറ്റ് അഴിമതിയുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ് കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് പറഞ്ഞ അനിത ടെക്സ്റ്റ്കോട്ട് കമ്പനിയെ സർക്കാർ അവഗണിച്ചുവെന്ന് VD സതീശൻ ആരോപിച്ചു. കമ്പനി വില കുറയ്ക്കുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് വാങ്ങുന്ന കിറ്റുകളുടെ എണ്ണം കുറച്ചത്. അന്ന് രാത്രി തന്നെ സാൻ ഫാർമയിൽ നിന്ന് 2 ഇരട്ടി വിലയ്ക്ക് 15,000 കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചുവെന്നും VD സതീശൻ ആരോപിച്ചു. 28/3/2020 മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അനിത ടെക്സിക്കോട്ട് എന്ന കമ്പനിക്ക് ഇമെയിലിൽ അയക്കുന്നു. അവർ പറഞ്ഞു 25,000 കിറ്റ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇമെയിൽ അയക്കുന്നത് 550 രൂപയ്ക്ക്. പക്ഷേ അതേ ദിവസം വൈകിട്ട് 5:55 ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അതിൻ്റെ നോട്ടിൽ എഴുതുന്നു, നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ അനിത ടെക്സിക്കോട്ട് എന്ന കമ്പനി 550 രൂപ എന്ന് പറയുന്ന റേറ്റ് കുറയ്ക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് അവർക്ക് 25,000 കിറ്റുകൾ കൊടുക്കുന്നില്ല, 10,000 കിറ്റേ അവിടെ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ. അതേ ദിവസം വൈകുന്നേരം 7:48 സാൻ ഫാർമ എന്ന സ്ഥാപനത്തിന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അങ്ങോട്ട് മെയിൽ അയക്കുന്നു. അവരുടെ പ്രപ്പോസൽ അംഗീകരിച്ചു വന്നു. അവരുടെ പ്രപ്പോസൽ എന്താ? ഒരു PP കിറ്റിന് 1,550 രൂപ. 1,550 രൂപ. അത് 15,000 വാങ്ങിക്കാൻ വേണ്ടി അവർക്ക് 100% അഡ്വാൻസ് കൊടുക്കും. അതായത് 5:55 പറയുന്നു, 550 രൂപ പറഞ്ഞ കമ്പനി നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് അവർക്ക് 10,000 കിറ്റായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് 50% അഡ്വാൻസ്. എന്നിട്ട് 7:48 സാൻ ഫാർമയ്ക്ക് പറയുന്നു 15,000 കിറ്റ് 1,550 രൂപയ്ക്ക് മേടിക്കാൻ ഓർഡർ. എന്നിട്ട് 100% അഡ്വാൻസ്. എന്നാൽ കോവിഡ് കാലത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സങ്കീർണമായ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് മുന്നോട്ടു പോയാൽ മതിയായിരുന്നു എന്നാണോ പ്രതിപക്ഷം പറയുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആരോഗ്യമേഖലയെ കരിവാരിത്തേക്കാൻ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് നമ്മളെല്ലാം കണ്ടല്ലോ. അതിന് ബഹുമാന്യായ മന്ത്രി മറുപടിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. UDF കാലത്തെ ആശുപത്രികൾ എങ്ങനെയായിരുന്നുവെന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ. അന്ന് ആരോഗ്യരംഗം തന്നെ വെന്റിലേറ്ററിലായിരുന്നു. ഡോക്ടർമാർ, മരുന്നുകൾ, അവിടെ ആവശ്യമായ മറ്റ് സജ്ജീകരണങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന പൊതുജനാരോഗ്യ സംവിധാനം. അന്നത്തെ ശോചനീയാവസ്ഥ ആർക്കും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെയുള്ള ഒരു കാലഘട്ടം ആണ് അതിജീവിച്ചത്. അപ്പോൾ പോലും പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണവും വിമർശനവും അനുസരിച്ച് ഇതിലും പണം കുറച്ച് ഈ കിറ്റുകൾ ലഭിക്കുവാൻ അവസരമുണ്ടായിരുന്നു. ആ അവസരമാണ് നഷ്ടപ്പെടുത്തിയത്. അതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ മറുപടിയായി ഇത് മാറുന്നുണ്ടോ? CAG റിപ്പോർട്ടിലെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് PPE കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 2020 ഓഗസ്റ്റ് 23 അനിത ടെക്സ്റ്റ്കോട്ട് എന്ന കമ്പനിയിൽ നിന്ന് ഈ 25,000-ഓളം കിറ്റുകൾ വാങ്ങാൻ ആദ്യം ഓർഡർ നൽകുന്നു. പക്ഷേ കമ്പനി പിന്നീട് വില കുറച്ച് നൽകില്ല എന്ന സാഹചര്യത്തിൽ 550 രൂപയാണ് അവർ പറഞ്ഞത്. ആ സാഹചര്യത്തിൽ ഈ എണ്ണം വാങ്ങുന്ന കിറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നു. അന്നേ ദിവസം തന്നെ സാൻ ഫാർമസിയിൽ നിന്ന് 15,000-ഓളം കിറ്റുകൾ 1,500 രൂപയിലധികം രൂപ കൊടുത്ത്, ഒരു കിറ്റിന് 1,500 രൂപയിലധികം കൊടുത്ത് വാങ്ങുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിൽ ഒരു സുതാര്യതയില്ലായ്മയുണ്ട്, ദുരൂഹതയുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അവിടെ അതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി പറയുന്നത് പർച്ചേസ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അങ്ങനെയൊരു കരാർ നൽകാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല അന്ന്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ മുൻഗണന. അതുകൊണ്ടാണ് അടിയന്തര സാഹചര്യത്തിലുള്ള ഒരു ഇടപെടൽ എന്നവണ്ണം പണത്തിനും അതുമായി ബന്ധപ്പെട്ട ലാഭത്തിനും പ്രാധാന്യം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും ഇതേ കാര്യം തന്നെയാണ് സഭയിൽ ആവർത്തിച്ചത്. പണത്തിനായിരുന്നില്ല അവസരത്തിൽ പ്രാധാന്യം കൊടുത്തത്, ആരോഗ്യ
മരിച്ചു വീഴുന്ന സാഹചര്യം ഉറപ്പുവരുത്താനാണ് കിറ്റുകൾ ഏതു വിധേനയും വാങ്ങി സംഭരിക്കുന്ന തരത്തിലേക്ക് ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മതിയായ കിറ്റുകൾ ലഭിക്കാതെ വരുന്ന ഒരു പശ്ചാത്തലം പോലും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പർച്ചേസ് നടത്തിയത്. അതിനെയാണ് പ്രതിപക്ഷം ഇങ്ങനെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് എന്നുകൂടി ഓർക്കണമെന്നായിരുന്നു വീണ ജോർജിന്റെ മറുപടി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ വരും ദിവസങ്ങളിലും സഭയെ പ്രക്ഷുബ്ധമാക്കുമെന്ന് തന്നെയാണ് സൂചന. യെസ്, വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്.